ടാസ്ക് മൊത്തത്തിൽ തൂക്കിയിരിക്കുന്നത് അനുമോൾ തന്നെയാണ്. ഈ ടാസ്ക് ആരംഭിച്ചു എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ തൊട്ട് നൂറയുടെ അടുത്ത് പോയിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്. നൂറ മേഡം, എനിക്ക് സർക്കസ് കമ്പനിയിൽ ജോലി തന്നതിന് ഒരുപാട് നന്ദി. മേഡം കാരണമാണ് ഇപ്പം ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. മേഡത്തിനെതിരെ വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ലക്ഷ്മിയാണ് അതിലെ പ്രധാന കണ്ണി. ലക്ഷ്മി, അതേപോലെ അഭിലാഷ്, ഒനീൽ, ഇവരൊക്കെ ചേർന്ന് മേഡത്തിൻ്റെ കമ്പനിയിൽ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിശ്വസ്തരാണ്. ഇന്നലെ അവർ സമരം ചെയ്തു, ഇന്ന് അവർ സമരം ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഡത്തിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, പല രഹസ്യ വിവരങ്ങളും ഞാൻ മേഡത്തിന് ചോർത്തിത്തരാം. നൂറ മേഡം സിന്ദാബാ, നൂറ മേഡം സിന്ദാബാ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഫുൾ പവറായിട്ട് നൂറിൻ്റെ പുറകെ തന്നെയുണ്ട്. എല്ലാ വർക്കേഴ്സിനെയും വിളിച്ചുകൊണ്ട് നൂറ് ഒരു മീറ്റിംഗ് നടത്തുമ്പോഴും നമ്മുടെ അനുമോൾ അവിടെ കയറി വന്ന് നൂറ മേഡം സിന്ദാബാ എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ ആരാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത്, വേഗം തന്നെ ഇവിടെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. ജിഷനോട് പറയുന്നുണ്ട്. ജിഷൻ വന്ന് പുറത്താക്കുന്നുണ്ട്. എന്നാലും അനുമോൾ ഇന്ന് പുറകിൽ കൂടെ പോയിട്ട് നൂറ മേഡം സിന്ദാബാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർക്കേഴ്സ് എല്ലാവരും കൂടെ നൂതന ചെരുപ്പ് ഫാക്ടറിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അവരുടെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറി അനുമോളും ആ കമ്പനിയിൽ പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ വാതിലുകളെല്ലാം ലോക്കാവുന്നു. ജിഷൻ പോയി ബിഗ് ബോസിനോട് പറയുന്നു, സർക്കസ് കൂടാരത്തിൽ നിന്ന് ഒരാൾ ഞങ്ങളുടെ കമ്പനിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്താക്കാൻ പറ്റുന്നില്ല, വാതിൽ ലോക്കാണ്, അതുകൊണ്ട് നിന്ന് തുറന്നു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾ പുറത്തിറങ്ങുന്നു, ഒളിഞ്ഞു നോക്കുന്നു. അവിടുന്ന് പൊട്ടിച്ചിരിച്ചിട്ടാണ് അനുമോൾ വരണത്. പിന്നെ ഇവർക്ക് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റായിട്ട് പ്രവേശിക്കാനുള്ളൊരു അവസരം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വന്ന് നൂതിരൻ്റെ ചെരുപ്പ് ഫാക്ടറിയിൽ ഒരു ചെരുപ്പെടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അത് ജിഷൻ കണ്ടുപിടിക്കുന്നു. ആ ചെരുപ്പെല്ലാം വാങ്ങി വെക്കുന്നു. വളരെ രസകരമായി ഫുൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് ഇന്നത്തെ ടാസ്ക് മൊത്തത്തിൽ തൂക്കിയിരിക്കുന്നത് അനുമോൾ തന്നെയാണ്.